പാകിസ്ഥാനും ചൈനയും ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന അത്തരമൊരു കരുത്തുറ്റ ആയുധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കായി സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന മറ്റൊരു വലിയ പ്രതിരോധ മുന്നേറ്റം കൂടി രാജ്യത്ത് നടപ്പിലായിരിക്കുകയാണ്. ശബ്ദത്തേക്കാൾ 24 മടങ്ങ് വേഗത, മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ കുതിപ്പ്, ചൈനയുടെ ഏത് കോണും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സുവർണായുധം. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ മാറി മാറി ആക്രമിക്കാൻ കഴിയുന്ന അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യ, അതാണ് ഇന്ത്യയുടെ അഭിമാനമായ അഗ്നി 6. ഒരു കാർ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ വേഗതകളിൽ ഒന്നിൽ സഞ്ചരിക്കുന്ന അഗ്നി 6 ഒരൊറ്റ ലക്ഷ്യത്തിലല്ല, ഒരേ സമയം ശത്രുവിന്റെ പല പ്രധാന കേന്ദ്രങ്ങളെയും തകർത്ത് കളയാൻ പോകുന്നതാണ്. ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്തുറ്റ ഈ പ്രത്യാക്രമണ ആയുധത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ നാം ഇന്ന് കാണുന്ന പ്രതിരോധ മുന്നേറ്റങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന അഗ്നി 6 ഹൈപ്പർസോണിക് ആണവ മിസൈൽ. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയാണ് ഈ മിസൈൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ശബ്ദത്തേക്കാൾ 24 മടങ്ങ് വേഗതയിൽ കുതിച്ചു പായാൻ ശേഷിയുള്ള ഈ ആയുധത്തിനു മുന്നിൽ ശത്രു രാജ്യങ്ങളിലെ റഡാറുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ പൂർണ്ണമായും നിഷ്പ്രഭമാകും. യാത്രാമധ്യേ കൃത്യമായ ദിശകൾ മാറി മാറി സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷ്യം മുൻകൂട്ടി കാണാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല. ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന MIRV സാങ്കേതിക വിദ്യയാണ്. ഒരൊറ്റ മിസൈലിന്റെ മുൻഭാഗത്ത് ഒരൊറ്റ ആണവായുധത്തിന് പകരം 8 മുതൽ 12 വരെ ശക്തമായ ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നതിനിടയിൽ ഈ പോർമുനകൾ വേർപെട്ട വ്യത്യസ്ത ദിശകളിലൂടെ ശത്രുവിന്റെ ഒരേ സമയം നിരവധി നഗരങ്ങളെയും താവളങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും. ഏകദേശം 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി 6ന്റെ പരിധിയിൽ ഇന്ത്യയിൽ നിന്ന് 5,000 കിലോമീറ്ററിനുള്ളിലുള്ള ചൈനയുടെ ഏത് പ്രധാന നഗരവും യൂറോപ്പിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മൈക്രോ ചിപ്പുകൾ, ലോഹക്കൂട്ടുകൾ, ഗൈഡൻസ് കമ്പ്യൂട്ടർ തുടങ്ങി മിസൈലിന് ആവശ്യമായ സകല ഘടകങ്ങളും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അതിനാൽ മറ്റൊരു രാജ്യത്തിന്റെ അനുമതിക്കോ ആശ്രയത്തിനോ കാത്തു നിൽക്കാതെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി കൃത്യമായ സമയത്ത് ശത്രുവിന്മേൽ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ കണ്ണു നട്ടിരിക്കുന്ന ഏത് ശക്തിക്കും തക്കതായ മറുപടി നൽകാൻ പാകത്തിലുള്ള ഇന്ത്യയുടെ ബ്രഹ്മാണ്ഡ കരുത്താണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പണ്ടൊക്കെ ഇന്ത്യയെ വിരട്ടാനും അതിർത്തികളിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കാനും മാത്രമായിരുന്നു ചില അയൽരാജ്യങ്ങളുടെ ഒക്കെ ശ്രമം. എന്നാൽ ഇന്ന് ആ കാലമെല്ലാം പഴക്കമുള്ളതായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആകാശത്തിലേക്ക് കണ്ണുവെക്കുന്ന ശത്രുക്കളുടെ ചെങ്കോട്ടകൾ ഏത് നിമിഷവും തകർത്തെറിയാൻ പാകത്തിലുള്ള സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് വരെ ലോകത്തെ ഒരു രാജ്യത്തിനും തൊടാൻ കഴിയാത്തത്രയും സുരക്ഷിതമായ ഒരു അഗ്നി വലയത്തിലാണ് ഇന്ത്യ ഇന്ന് നിലകൊള്ളുന്നത്. ചൈന ഉൾപ്പെടെയുള്ള വൻശക്തികൾ ഇന്ത്യയുടെ ഈ മാസ് കുതിപ്പിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. വർഷങ്ങളായി സാങ്കേതിക വിദ്യയിലും ആയുധങ്ങളിലും മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഇന്ന് സ്വന്തം കഴിവ് കൊണ്ട് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന അഗ്നി 6 പോലെയുള്ള ബ്രഹ്മാണ്ഡ ആയുധങ്ങൾ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടി അതീവ മാരകമായിരിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ. ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവരുടെ സകല അഹങ്കാരവും ഈ അഗ്നിയിൽ ചാമ്പലാകും എന്ന് തന്നെ പറയാം. അതുപോലെ ആഗോളതലത്തിലെ മാറിയ സ്ഥാനം നോക്കാം. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഒരു ഇരട്ടിയായിട്ടല്ല, മറിച്ച് ആരുടെയും കണ്ണിൽ നോക്കി കൃത്യമായി മറുപടി നൽകാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഈ ആയുധം മാറ്റിയെടുക്കുകയാണ്. ഏതൊരു രാജ്യവും ഒരു തവണ ആക്രമണം നടത്താൻ മുതിർന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറച്ച സന്ദേശമാണ് ഈ മിസൈൽ നൽകുന്നത്. അതുപോലെ കേവലം മിസൈൽ നിർമ്മാണത്തിനപ്പുറം ആധുനിക സാങ്കേതിക വിദ്യയിലും ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിലും ഇന്ത്യ കൈവരിച്ച വൻ മുന്നേറ്റങ്ങളുടെ കൂടി വിജയമാണ് അഗ്നി 6. പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ലോകവേദികളിൽ ഇന്ന് ഏറ്റവും ശക്തമായി മുഴങ്ങിക്കേൾക്കുന്ന വാക്കുകളാണിത്. ഒരിക്കൽ മറ്റുള്ളവരുടെ മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടിയിരുന്ന പ്രതിരോധത്തിന് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്.
എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖല കൈവരിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ്. ഇന്ന് ഇന്ത്യ വെറുമൊരു രാജ്യവുമല്ല, ലോകത്തിന്റെ തന്നെ സുരക്ഷാ ഭൂപടം തിരുത്തിക്കുറിക്കുന്ന ഒരു വൻ ശക്തിയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ചൈനയുടെ ഉറക്കം കെടുത്തുന്ന MIRV സാങ്കേതിക വിദ്യയും സ്വന്തമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട് DRDOയും ശാസ്ത്രജ്ഞരും സായുധ സേനയും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഇന്ന് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിന് തന്നെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നെടുന്തൂണായി നമ്മുടെ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് കണ്ണുവയ്ക്കാൻ ഏത് വൻശക്തിയും 100 വട്ടം ചിന്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ സൈന്യത്തിന്റെ കരുത്തും ഈ രാജ്യത്തിന്റെ പ്രതിരോധ രംഗം കൈവരിച്ച സ്വയം പര്യാപ്തതയുമാണ്. ആത്മനിർഭർ ഭാരത് എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചപ്പോൾ അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന മാരകമായ അഗ്നിയായി മാറി. ലോകത്തെ ഏത് പ്രതിസന്ധിയെയും നേരിടാനും ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് അഹങ്കാരത്തെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാനും നമ്മുടെ പ്രതിരോധ മേഖല ഇന്ന് 100% സജ്ജമാണ്. ഇന്ത്യയുടെ ഈ ഒരു കുതിപ്പ് വരും കാലങ്ങളിൽ ലോകം അത്ഭുതത്തോടെ നോക്കി കാണുക തന്നെ ചെയ്യും. ഇനി ഈ അഗ്നി 6 പോലെയുള്ള ബ്രഹ്മാണ്ഡ ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചൈനയുടെ പേര് മാത്രമാണ് ഉയർന്ന് കേൾക്കാറുള്ളതെങ്കിലും ഈ കരുത്തിന്റെ യഥാർത്ഥ പരിധിയിൽ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റു ശത്രു രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഏകദേശം 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി 6 ഇന്ത്യയിൽ നിന്ന് തൊടുത്താൽ ചൈനയുടെ ഏത് ഭാഗവും തകർത്ത തരിപ്പണമാക്കും എന്നതിൽ തർക്കമില്ല. എന്നാൽ അതേസമയം ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ ഏത് കോണിലെ രഹസ്യ താവളങ്ങളും ഈ മിസൈലിന്റെയോ മറ്റ് പ്രതിരോധ ആയുധങ്ങളുടെയോ മുന്നിൽ നിമിഷ നേരം കൊണ്ട് ചാമ്പലാകും. പതിറ്റാണ്ടുകളായി ഭീകരവാദവും പ്രകോപനപരമായ നടപടികളുമായി ഇന്ത്യയുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഈ ആയുധങ്ങൾ. ഇനി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞാൽ തിരിച്ചടി താങ്ങാൻ കഴിയില്ല എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇതിലൂടെ സാധിച്ചിരിക്കുന്നു. ചൈനയുടെ ഏത് അഹങ്കാരത്തെയും മാത്രമല്ല, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്താൻ ഇന്ത്യയുടെ ഒരൊറ്റ ആയുധം മാത്രം ധാരാളമാണ്. ഏത് വശത്തു നിന്ന് വരുന്ന ഏത് ഭീഷണിയെയും ഒരൊറ്റ നിമിഷം കൊണ്ട് തുടച്ചു നീക്കാൻ ഇന്ത്യൻ പ്രതിരോധ സേന ഇന്ന് പൂർണ്ണ സജ്ജമാണ്. ഇതിനെല്ലാം അപ്പുറം ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അതിനാൽ മറ്റൊരു രാജ്യത്തിന്റെ അനുമതിക്കോ ആശ്രയത്തിനോ കാത്തിരിക്കാതെ ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അഗ്നി ശത്രുക്കൾക്ക് മേൽ തൊടുക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിന്ന് പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച ഈ സ്വയം പര്യാപ്തത തന്നെയാണ് ഇന്ന് ലോക രാജ്യങ്ങളെ ഇന്ത്യയുടെ മുന്നിൽ വിറപ്പിക്കുന്നത്. ആക്രമണത്തിന് ആദ്യം മുതിരില്ല, എന്നാൽ പ്രകോപിച്ചാൽ വെറുതെ വിടുകയുമില്ല എന്ന ഇന്ത്യയുടെ നയം ഇന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടുകയാണ്. അഗ്നി 6 മിസൈൽ കേവലം ഒരു ആയുധമല്ല, മറിച്ച് ഭാരതത്തിന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്തായാലും ഈ ഒരു നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.